എല്ലാവർക്കും നമസ്കാരം. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും ഇറ്റാലിയൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവാതെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? സൂപ്പർവൈസർ എന്താണ് പറയുന്നതെന്ന് പിടികിട്ടാത്ത സമയം, എന്ത് ചെയ്യണം എന്നുള്ളിൽ ചോദിക്കുന്ന നിമിഷങ്ങൾ. അതെ, അതാണ് ലാംഗ്വേജ് ബാരിയർ. പക്ഷേ ഇന്നു മുതൽ അതിന് മാറ്റം വരും. കാരണം ഈയൊരു വീഡിയോ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ശരിക്കും ആവശ്യമായ ഇറ്റാലിയൻ, അതും സിമ്പിളായിട്ട് റിയൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇത് വെറും വാക്കുകൾ മാത്രമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് ശരിക്കും സംസാരിക്കാൻ തന്നെ പഠിക്കാം. ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കിയാൽ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകാൻ, സ്മൂത്തായിട്ട് ജോലി ചെയ്യാൻ. ഇതൊരു ക്ലാസ് മാത്രമല്ല, റിയൽ ലൈഫ് ട്രെയിനിങ് തന്നെയാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ ഈ ചാനലിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ക്ലാസ്സുകൾ മെമ്പേഴ്സിന് മാത്രമാണ് ലഭ്യമാകുക. അതിനാൽ ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കുക, ലാംഗ്വേജ് ജേണിയുടെ ഭാഗമാകുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റലിയിലെ വെയർഹൗസ് ജോബ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ബേസിക് ഇറ്റാലിയൻ വേർഡ്സ്, സെൻറ്റൻസ്, ഓരോ സിറ്റുവേഷനിലുമുള്ള കോൺവെർസേഷൻസ്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നോക്കാം. ഇറ്റാലിയൻ ഭാഷയിൽ ഗോഡൗൺ എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം. മഗസീനോ, ഇത് വെച്ചുള്ളൊരു സെൻറ്റൻസ് നോക്കാം. ഇയോ ലവോറോ നൽ മഗസീനോ, ഞാൻ ഗോഡൗണിൽ ജോലി ചെയ്യുന്നു. സ്കഫാലെ, ഷെൽഫ്. മേത്തി സുല്ലോ സ്കഫാലെ, ഷെൽഫിൽ വയ്ക്കൂ എന്ന അർത്ഥത്തിലാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത വാക്ക് നോക്കാം. സ്കാത്തോള, പെട്ടി. കൊയ്സ്ത സ്കാത്തോള എ ഗ്രാൻഡെ, ഈ പെട്ടി വലുതാണ്. പാക്കോ, പാർസൽ. ഇനി നമുക്ക് നോക്കാം, പാർസൽ തയ്യാറാണ്, ഇതെങ്ങനെ പറയാമെന്ന്. ഇൽ പാക്കോ എ പ്രോന്തോ. ഓർദിനെ, ഓർഡർ. ഇനി ഇതൊരു സെൻറ്റൻസ് ആക്കി മാറ്റാം. കൊന്ത്രോളല്ല ഓർദിനെ, ഓർഡർ പരിശോധിക്കൂ. ഇനി അടുത്തത് നോക്കാം. കരയല്ലോ, ട്രോളി. ഇത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. യൂസയിൽ കരയല്ലോ, ട്രോളി ഉപയോഗിക്കൂ. ഇനി അടുത്തത് മുള്ളേത്തോ. ഇതൊരു ഫോർക്ക് ലിഫ്റ്റാണ്, അതായത് ചരക്ക് ഉയർത്തുന്ന ഒരു മെഷീൻ. അപ്പോൾ ഇനി നോക്കാം, ഫോർക്ക് ലിഫ്റ്റ് ഇപ്പോൾ ഉപയോഗത്തിലാണ്, ഇതെങ്ങനെ പറയാമെന്ന്. ഇൽ മുള്ളേത്തോ എ ഒക്കുപ്പാത്തോ. എത്തിക്കെത്ത, ലേബൽ. ഗ്വാർദൽ എത്തിക്കെത്ത, ലേബൽ നോക്കൂ എന്ന് ഇറ്റാലിയനിൽ ഇങ്ങനെയാണ് പറയുന്നത്. കോദിച്ചേ, കോഡ്. ഈ കോഡ് ഇടൂ എന്നെങ്ങനെ പറയാമെന്ന് നോക്കാം. ഇൻസരീഷിയിൽ കോദിച്ചേ. ഡോക്യുമെൻറ്റോ, ഡോക്യുമെൻ്റ്. ഇനി ഈ ഡോക്യുമെൻറ്റിൽ ഒപ്പിടൂ എന്ന് ഇറ്റാലിയനിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഫീർമയിൽ ഡോക്യുമെൻറ്റോ. ലിസ്ത, ലിസ്റ്റ്. ഇനി നമുക്ക് നോക്കാം, ഇറ്റാലിയനിൽ ലിസ്റ്റ് പരിശോധിക്കൂ, ഇതെങ്ങനെ പറയാമെന്ന്. കോൺട്രോളല ലിസ്ത. നൂമെറോ, നമ്പർ. നമുക്ക് നോക്കാം, ഇറ്റാലിയനിൽ സിമ്പിളായിട്ട് നമ്പർ എഴുതൂ, ഇതെങ്ങനെ പറയാമെന്ന്. സ്ക്രീവിയിൽ നൂമറോ. പേസോ, ഭാരം. ഭാരം കൂടുതലാണ്, ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. ഇൽ പേസോ എ ആൾത്തോ. സോണ, ഏരിയ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഏ ഏരിയയിലേക്ക് പോകൂ, ഇതെങ്ങനെ ഇറ്റാലിയൻ പറയാമെന്ന്. വായി എന്നുള്ള സോണ ആ. ഇതിലെ ഓരോ സെൻറ്റൻസുകളും സാവകാശം പറഞ്ഞു നോക്കുക. ഉച്ചാരണം കൃത്യമാകുന്നതുവരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. യന്ത്ര, പ്രവേശനം എന്ന അർത്ഥത്തിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് അകത്തേക്ക് കടക്കൂ, ഇതെങ്ങനെ പറയാമെന്ന്. യന്ത്ര ദ ക്വി. ഇനി ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു നോക്കാം. യന്ത്ര ദ ക്വി. ഇനി നോക്കാം, പുറത്തേക്കുള്ള വഴി, ഇതെങ്ങനെ ഇറ്റാലിയൻ പറയാമെന്ന്. ഉഷീത്ത. ഇത് വെച്ചുള്ളൊരു സെൻറ്റൻസ് നോക്കാം. വായി അല്ല ഉഷീത്ത, പുറത്തേക്കുള്ള വഴിയിലേക്ക് പോകൂ. അടുത്തത് നോക്കാം, തൂർണോ, ഷിഫ്റ്റ്. ഇനി നമുക്ക് നോക്കാം, ഷിഫ്റ്റ് ദൈർഘ്യമേറിയതാണ്, ഇതെങ്ങനെ പറയാമെന്ന്. എൽ തൂർണോ എ ലൂങ്കോ. അടുത്തത് നോക്കാം, റെസ്പോൺസാബിലെ, സൂപ്പർവൈസർ. സൂപ്പർവൈസറിനോട് സംസാരിക്കൂ, ഇതെങ്ങനെ ഇറ്റാലിയൻ പറയാമെന്ന് നോക്കാം. പാർല കൊണ്ണിൽ റെസ്പോൺസാബിലെ. ക്ലിയന്തെ, കസ്റ്റമർ. കസ്റ്റമർ കാത്തിരിക്കുന്നു, ഇതെങ്ങനെ ഇറ്റാലിയൻ പറയാമെന്ന് നോക്കാം. ഇൽ ക്ലിയന്തെ അസ്പെത്ത. സ്പെദിസിയോണെ, ഷിപ്പിംഗ്. പ്രിപ്പാര ല സ്പെദിസിയോണെ,
ഷിപ്പിങ്ങിന് തയ്യാറാക്കൂ. ഇനി നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ച് വെർബുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഒപ്പം അത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളും. കരിക്കാരെ ലോഡ് ചെയ്യുക എന്നർത്ഥത്തിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ചുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. കാരിക്കോ ഈ പാക്കി, ഞാൻ പാക്കറ്റുകൾ ലോഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് അൺലോഡ് ചെയ്യുക എന്നുള്ള വാക്ക് നോക്കാം. സ്കരിക്കാരെ. ഇത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. സ്കാരിക്കോ ഇൽ കാമിയോൺ, ഞാൻ ട്രക്ക് അൺലോഡ് ചെയ്യുന്നു. ഇനി അടുത്തത് കൊന്ത്രളാരെ, പരിശോധിക്കുക. ഇനി ഇത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. കൊന്ത്രോളോ തൂത്തോ, ഞാൻ എല്ലാം പരിശോധിക്കുന്നു. പ്രിപ്പറാരെ, തയ്യാറാക്കുക. ഇനി നോക്കാം, ഞാൻ ഓർഡർ തയ്യാറാക്കുന്നു. ഇതെങ്ങനെ പറയാമെന്ന്. പ്രിപ്പാറുള്ള ഓർദിനെ സ്പുസ്താരെ, മാറ്റുക. ഇനി ഇത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. സ്പോസ്തലസ്കാത്തോള, ഞാൻ പെട്ടി മാറ്റുന്നു. ഇനി അടുത്തത് പ്രേന്തരെ, എടുക്കുക. ഇത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. പ്രേന്ത ക്വയസ്തോ, ഞാനിത് എടുക്കുന്നു. ഇതിലെ ഓരോ സെൻറ്റൻസുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ സെൻറ്റൻസുകൾ കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം. മേത്തരെ, വയ്ക്കുക എന്ന മീനിങ്ങിലാണ് നമ്മൾ ഈ വെർബ് യൂസ് ചെയ്യുന്നത്. ഉപയോഗിച്ചുള്ള സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് നോക്കാം. മേത്തൊക്വി, ഞാൻ ഇവിടെ വയ്ക്കുന്നു. ഇനി അടുത്തത് അപ്രിയരെ, തുറക്കുക. ഇനി നോക്കാം, ഞാൻ പെട്ടി തുറക്കുന്നു. ഇതെങ്ങനെ പറയാമെന്ന്. ആപ്രൊലസ്കാത്തോള, ക്യൂതരെ, അടയ്ക്കുക. ഞാൻ വാതിൽ അടയ്ക്കുന്നു. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. ക്യൂതല പോർത്ത. ഫിർമാരെ, ഒപ്പിടുക. ഇതുപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. ഫിർമോ ഇൽ ഡോക്യുമെന്റോ, ഞാൻ ഡോക്യുമെൻറ്റിൽ ഒപ്പിടുന്നു. ഇനി ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെയിലി സെൻറ്റൻസുകൾ കൂടി നമുക്ക് നോക്കാം. ദോവേ മേത്തോ കൊയസ്തോ, ഇതെവിടെ വയ്ക്കണം. ഇനി ഈ ഒരു സെൻറ്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ദോവേ മേത്തോ കൊയസ്തോ. ഇനി അടുത്തത് നോക്കാം. കൊയസ്തോ എ പ്രോന്തോ, ഇത് റെഡിയാണ്. ഈ ഒരു സെൻറ്റൻസ് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. കൊയസ്തോ എ പ്രോന്തോ. നോൺ കപ്പീസ്കോ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു സെൻറ്റൻസ് വീണ്ടും പറഞ്ഞു നോക്കാം. നോൺ കപ്പീസ്കോ. പോയി റിപ്പേത്തരെ, വീണ്ടും പറയാമോ. ഒന്നുകൂടെ സെൻറ്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. പോയി റിപ്പേത്തരെ. ഇനി അടുത്തത് നോക്കാം. അയൂത്തമി പെർ ഫവോറെ, ദയവായി എന്നെ സഹായിക്കൂ. ഈ ഒരു സെൻറ്റൻസ് വീണ്ടും പറഞ്ഞു നോക്കാം. അയൂത്തമി പെർ ഫവോറെ. ഇനി അടുത്തത് നോക്കാം. എ പെസാന്തേ, ഇത് ഭാരമുള്ളതാണ്. എ പെസാന്തേ. എ ലെജേരോ, ഇത് ലഘുവാണ്. വീണ്ടും പറഞ്ഞു നോക്കാം. എ ലെജേരോ. ഇനി അടുത്ത് നോക്കാം. എറോത്തോ, ഇത് തകർന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എ റോത്തോ. എ കൊറേത്തോ, ഇത് ശരിയാണ്. എ കൊറേത്തോ. എസ് ബല്യാത്തോ, ഇത് തെറ്റാണ്. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. എ ബല്യാത്തോ. ഇനി നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ഇപ്പം നിങ്ങൾ മോർണിംഗ് ഷിഫ്റ്റിൽ കയറുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സന്ദർഭത്തിലുള്ള സിമ്പിൾ കോൺവെർസേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബൊഞ്ചോർനോ, ഗുഡ് മോർണിംഗ്. ബൊഞ്ചോർനോ. കൊമേസ്തായി ഓജി, ഇന്ന് നിനക്ക് എങ്ങനെയുണ്ട്. സ്തൊബേനെ ഗ്രാസിയെ എത്തു, എനിക്ക് സുഖമാണ്, നന്ദി. നിങ്ങൾക്കോ. ബേനെ സേ പ്രോന്തോ പെർ ലവോറാരെ, ശരി, നിങ്ങൾ ജോലിക്ക് തയ്യാറാണോ. സി സോണോ പ്രോന്തോ, ശരി, ഞാൻ റെഡിയാണ്. പെർഫെക്റ്റോ ഇനിസിയാമോ, പെർഫെക്റ്റ്, തുടങ്ങാം. ഇനി നിങ്ങളെ ഒരു സോണിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പം ആ സംഭാഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓജി ലവോറി എന്നുള്ള സോണ ആ, ഇന്ന് നീ ഏ ഏരിയയിൽ ജോലി ചെയ്യുന്നു. വബേനെ, ശരി. പ്രേന്തി കൊയസ്തസ്കാത്തോളെ, ഈ പെട്ടികൾ എടുക്കൂ. ഓക്കെ. മേത്തി തൂത്തോ സുൾ ബംഗാലെ, എല്ലാം പാലറ്റിന് മുകളിൽ വയ്ക്കൂ.
ദോവെ എസാത്തമെന്തേ കൃത്യമായി എവിടെയാണ്? വിചീനോ അല്ല പോർത്ത, വാതിലിന് സമീപം. ഓ കപ്പീത്തോ, എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ വർക്കിനിടയിൽ സാധാരണയായി നടക്കുന്ന സംഭാഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. കൊമേവായി ലവോറോ, ജോലി എങ്ങനെ പോകുന്നു? വബേനെ മാ എ ഉംപോ ദിഫീച്ചിലെ, നന്നായി പോകുന്നു, എങ്കിലും അല്പം ബുദ്ധിമുട്ടുണ്ട്. സ്തോ ഇംബറാന്തോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബേനെ കൊന്തീൻവ കുസി, നന്നായി, അങ്ങനെ തന്നെ തുടരൂ. ഇനി നിങ്ങളുടെ ജോലിക്കിടയിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സംഭാഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം. സ്കൂസ പോയി അയുത്താർമി ഉനാത്തിമോ, ക്ഷമിക്കണം, ഒരു നിമിഷം ഒന്ന് സഹായിക്കാമോ? ചേർത്തോ, തീർച്ചയായും. കൊയ്സ്തസ്കാത്തോളെ മോൾത്ത പെസാന്തേ, ഈ പെട്ടി വളരെ ഭാരമുള്ളതാണ്. ഓക്കെ, ലഫച്ചിയാമ ഇൻസിയമേ, ശരി, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഗ്രാസിയമി ഇല്ലേ, വളരെ നന്ദി. പ്രേഗോ, ഇനി നിങ്ങളുടെ ജോലിക്കിടയിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി. ആ ഒരു സിറ്റുവേഷനിലെ സംഭാഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അസ്പേത്ത കൊയ്സോ എസ് ബല്യാത്തോ, വെയിറ്റ് ചെയ്യൂ, ഇത് തെറ്റാണ്. ദവേറോ മീ ദിസ്പ്യാച്ചെ, സത്യമാണോ? എന്നോട് ക്ഷമിക്കണം. ഐ മേസോ നെൽ പോസ്തോസ് ബല്യാത്തോ, നീ തെറ്റായ സ്ഥലത്ത് വച്ചു. ഓക്കെ, യോസ് പോസ്തോ സൂബിത്തോ, ശരി, ഞാൻ ഉടൻ മാറ്റാം. ഫൈ അത്തൻസിയോണെ ല പ്രോസിമ വോൾത്ത, അടുത്ത തവണ ശ്രദ്ധിക്കുക. സി ചേർത്തോ, ശരി, തീർച്ചയായും. ഇനി നമുക്ക് വർക്ക് പ്രഷർ വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെ അത് ഇറ്റാലിയനിൽ തന്നെ സംസാരിച്ച് ഹാൻഡിൽ ചെയ്യാമെന്ന് കൂടി നോക്കാം. ദൊബിയാമോ ഫിനീരെ പ്രേസ്തോ, നമുക്ക് വേഗം തീർക്കണം. ഓക്കെ, ലവോറോ പ്യൂ വെലോച്ചെ, ശരി, ഞാൻ വേഗത്തിൽ ജോലി ചെയ്യും. ബേനെ മാ അത്തൻസിയോണെ, നന്നായി, പക്ഷെ ശ്രദ്ധിക്കുക. സി ശരി. ഇനി അടുത്തത് ബ്രേക്ക് ടൈമിലെ സംഭാഷണങ്ങൾ നമുക്ക് നോക്കാം. വോയ് ഫാരെ പൗസ, ബ്രേക്ക് എടുക്കണോ? സി സോണോ ഉപസ്ഥാങ്കോ, ശരി, ഞാൻ അല്പം ക്ഷീണിതനാണ്. അന്ത്യാമോ ഫാരെ പൗസ, നമുക്ക് ബ്രേക്ക് എടുക്കാം. ഓക്കെ. ഇന്നത്തെ നിങ്ങളുടെ ഷിഫ്റ്റ് തീർന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള സംഭാഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഐ ഫിനീത്തോ തൂത്തോ, നീ എല്ലാം തീർത്തോ? സി ഓ ഫിനീത്തോ തൂത്തോ, അതെ, ഞാൻ എല്ലാം തീർത്തു. ഓത്തിമോ ലവോറോ, വളരെ നല്ല ജോലി. ഗ്രാസിയെ സ്തോ മില്ലറാന്തോ, നന്ദി, ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാമെന്ന് പറയാം. ആ ദൊമാനി, അങ്ങനെ തന്നെ തിരിച്ചും പറയാം, ആ ദൊമാനി. അപ്പോൾ വെയർഹൗസ് ജോബിനിടയിലുള്ള കോൺവെർസേഷൻ, സെൻറ്റൻസുകൾ, വേർഡുകൾ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇറ്റലിയിൽ ഈ ഒരു ജോലിയിലേക്ക് വരാനിരിക്കുന്നവർക്കും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.